ഹായ് ടീച്ചേഴ്സ്, ടൈം ടേബിൾ തയ്യാറാക്കുമ്പോൾ മിക്കവാറും ഫസ്റ്റ് പീരീഡ് ക്ലാസ് ടീച്ചേഴ്സിന് തന്നെയാകുമല്ലോ. അപ്പോൾ നമ്മുടെ ടൈം ടേബിളിനും ഫസ്റ്റ് പീരീഡ് എങ്ങനെ ക്ലാസ് ടീച്ചറിന് വരത്തക്ക രീതിയിൽ ക്രമീകരിക്കാമെന്ന് കാണാം. അതിനു മുമ്പ് ചേർത്ത വിവരങ്ങൾ ശരിയാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായി ഡാറ്റ ടാബിലെ അഡ്വാൻസ്ഡ് ക്ലിക്ക് ചെയ്യുന്നു. അതിലെ ടീച്ചേഴ്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ കൊടുത്ത ടീച്ചേഴ്സിൻ്റെയൊക്കെ ഓരോ ടീച്ചറിനും എത്ര പീരീഡ് വീതം നൽകിയെന്നൊക്കെ കാണാൻ കഴിയും. എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ വീണ്ടും ടീച്ചേഴ്സിൻ്റെ ആക്ടിവിറ്റീസ്, വർക്ക് അലോട്ട്മെൻറ്റ് കൊടുത്ത രീതിയിൽ ആക്ടിവിറ്റീസ് എടുത്തിട്ട് വീണ്ടും മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഇനിയും അഡ്വാൻസ്ഡ് തന്നെ എടുത്ത് സ്റ്റുഡൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് ക്ലിക്ക് ചെയ്താൽ വരുന്ന വിൻഡോയിലെ ഓരോ ക്ലാസ്സിലേക്കും എത്ര പീരീഡുകൾ നൽകിയെന്ന് കാണാവുന്നതാണ്. ഇനിയും ഫസ്റ്റ് പീരീഡ് ക്ലാസ് ടീച്ചറിന് എങ്ങനെ നൽകാമെന്ന് കാണാം. അതിന് ടൈം ടാബാണ് ഉപയോഗിക്കേണ്ടത്. ടൈം ടാബിലെ ആക്ടിവിറ്റീസ് ക്ലിക്ക് ചെയ്യുന്നു. വരുന്ന വിൻഡോ ലിസ്റ്റിൽ നിന്ന് ഏറ്റവും മുകളിലെ ആദ്യത്തേത് ആൻ ആക്ടിവിറ്റി ഹാസ് എ പ്രിഫേർഡ് സ്റ്റാർട്ടിംഗ് ടൈം ക്ലിക്ക് ചെയ്യുന്നു. വരുന്ന വിൻഡോയിൽ ആഡ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ തുറന്നു വരുന്ന വിൻഡോയിൽ ആദ്യത്തെ നമ്മൾ ടീച്ചർ ലിസ്റ്റിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യേണ്ട ടീച്ചറിൻ്റെ, ക്ലാസ് ടീച്ചറായിട്ട് സെലക്ട് ചെയ്യേണ്ട ആദ്യത്തെ ടീച്ചറിൻ്റെ പേര് സെലക്ട് ചെയ്തു. സ്റ്റുഡൻസ് സെറ്റിൽ നിന്ന് ആ ടീച്ചർ ഏത് ക്ലാസ്സിലെയാണോ ക്ലാസ് ടീച്ചർ ആ ക്ലാസ്സും ഡിവിഷനും പിടിച്ചിടുന്നു. അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് കോളത്തിൽ നിന്ന് ആ ടീച്ചർ അവിടെ ഏത് സബ്ജക്റ്റാണെന്ന് സെലക്ട് ചെയ്യണം. ആക്ടിവിറ്റി ടാഗിലൊന്നും കൊടുക്കേണ്ടതില്ല. പിന്നെ ആക്ടിവിറ്റി അതിന് താഴെ ആ ടീച്ചർ ആ ഡിവിഷനിൽ എടുക്കുന്ന പീരീഡുകൾ അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. ഒരു ടീച്ചറിന് ഒരു ഡിവിഷനിൽ ഒരു വിഷയത്തിൻ്റെ പീരീഡുകൾ ചേർക്കുമ്പോൾ ഓരോ പീരീഡിനും സോഫ്റ്റ്വെയർ ഓരോ ഐഡി നൽകുന്നുണ്ട്. അതിലാദ്യത്തേതാണ് നമ്മളവിടെ സെലക്ട് ചെയ്യേണ്ടത്. ആദ്യത്തെ ആക്ടിവിറ്റി സെലക്ട് ചെയ്തു. അതിന് താഴെ ഡേയിലെ ഫസ്റ്റ് ഡേ മൺഡേ സെലക്ട് ചെയ്തു. എന്നിട്ട് സ്റ്റാർട്ടിങ് അവർ ഇപ്പോൾ 8 കിടക്കുന്നത്. ഞാനവിടെ ആദ്യം തന്നെ ടൈം ടേബിൾ എല്ലാം തുടങ്ങിയപ്പോൾ 8 തന്നെയാണ് ഇട്ടിരുന്നത്, മാറ്റിയിട്ടില്ല. അപ്പം നമ്മുടെ സ്കൂൾ ടൈം അനുസരിച്ചത് 9 മണിക്കാണെങ്കിൽ 9, 10 മണിക്കാണെങ്കിൽ 10 ആദ്യമേ സെറ്റ് ചെയ്തിട്ട് വേണം തുടങ്ങേണ്ടത്. അപ്പോൾ പിന്നെ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ടിങ് ടൈം 10 10 കൊടുക്കാം. ഞാനിവിടെ 8 തന്നെ ഇടുകയാണ്. എന്നിട്ട് പെർമനൻ്റ്ലി ലോക്ക്ഡ് അന്നേരം ടിക്ക് ഉണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് ആഡ് കൺസ്ട്രെയിൻറ്റ് കൊടുക്കുന്നു. ഓക്കെ കൊടുക്കാം. ഇതുപോലെ ആക്ടിവിറ്റി കോളത്തിൽ ക്ലിക്ക് ചെയ്ത് രണ്ടാമത്തെ ID സെലക്ട് ചെയ്ത് ഡേ ട്യൂസ്ഡേ കൊടുക്കുന്നു. ബാക്കിയെല്ലാം അതേപോലെ തന്നെയാണ്. ആഡ് കൺസ്ട്രെയിൻറ്റ്സ് കൊടുക്കുന്നു. ഓക്കെ. അടുത്തതും മൂന്നാമത്തെ ID സെലക്ട് ചെയ്യുന്നു. മൂന്നാമത്തെ ID സെലക്ട് ചെയ്ത് വെനസ്ഡേ ആഡ് ചെയ്യുന്നു. അതുപോലെ നാലാമത്തെ ID സെലക്ട് ചെയ്ത് തേഴ്സ്ഡേ, അഞ്ചാമത്തെ ID സെലക്ട് ചെയ്ത് ഫ്രൈഡേ. ഇങ്ങനെ 5 ദിവസത്തെയും ആ ക്ലാസ് ടീച്ചറിൻ്റെ ഫസ്റ്റ് പീരീഡ് അലോട്ട്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞ് അടുത്ത ടീച്ചറിനെ സെലക്ട് ചെയ്ത് ആ ടീച്ചറിനെ ഇതേ രീതിയിൽ തന്നെ ഫസ്റ്റ് പീരീഡ് ഏത് ക്ലാസ്സാണോ ആ ക്ലാസ്സും കൊടുത്ത് നമുക്ക് ആക്ടിവിറ്റി ലിസ്റ്റിൽ നിന്ന് ഫസ്റ്റ് പീരീഡ് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ എല്ലാ ക്ലാസ് ടീച്ചേഴ്സിനും ഫസ്റ്റ് പീരീഡ് അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യുമ്പോൾ വരുന്ന വിൻഡോയിൽ കൊടുത്ത ആക്ടിവിറ്റീസ് എല്ലാം കാണാൻ കഴിയുന്നുണ്ട്. ഇതിലേതെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് തിരുത്താം. ഏതെങ്കിലും വേണ്ടെങ്കിൽ റിമൂവ് ചെയ്യാം. തിരുത്തണമെങ്കിൽ തിരുത്തേണ്ടത് സെലക്ട് ചെയ്ത്
താഴെയുള്ള മോഡിഫൈ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ വരുന്ന വിൻഡോയിൽ നമുക്ക് ആവശ്യമായ തിരുത്തലുകൾ വരുത്താവുന്നതാണ്. അതുപോലെ ഏതെങ്കിലും ഏതെങ്കിലും റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് റിമൂവ് ക്ലിക്ക് ചെയ്താൽ മതിയാകും. അതിനുശേഷം നമുക്ക് വീണ്ടും ക്ലോസ് ചെയ്യാം.